ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Kettle&Krafts. ഇന്ന് ഈസി മെത്തേഡിൽ എങ്ങനെ ചെമ്മീൻ മസാല ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ് ഇടുന്നത്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ചെമ്മീൻ മസാലയാണ്. അത് നമുക്ക് ചപ്പാത്തിക്കൊപ്പവും വെള്ളയപ്പത്തിനോടൊപ്പം നല്ല ടേസ്റ്റായിരിക്കും കഴിക്കുന്നത്. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് എങ്ങനെയാണ് ചെമ്മീൻ മസാല ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ചട്ടി വയ്ക്കാം. ഞാൻ ചട്ടിയിലാണ് ചെമ്മീൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയല്ല എടുക്കുന്നത്, സാധാരണ നമ്മുടെ വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ ചട്ടി നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുകയാണ്. ചൂടായതിന് ശേഷം മാത്രമേ ഇത് വയ്ക്കാവൂ. അതിന് ശേഷം നമുക്ക് കുറച്ച് ജീരകവും കുറച്ച് പെരിഞ്ജീരകം കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒന്ന് ഇതായി വരുന്നതിന് ശേഷം ഞാൻ കടുക് ഇതിനകത്ത് ചേർക്കാറില്ല. ഇതുപോലെ തന്നെ വഴനയിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് 2 സവാള അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് ഇളക്കാം. ഇതുപോലെ നമുക്ക് ഇളക്കാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടാം. ഇട്ടിട്ട് ഇതുപോലെ നല്ലതായിട്ട് ഇളക്കുക. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടുക. നമുക്ക് ആയി വരുന്നേ ഉള്ളൂ. നല്ലതായിട്ട് വഴറ്റണം. അതിന് ശേഷം 6 പച്ചമുളക് അരിഞ്ഞത് നമുക്കിതിനകത്ത് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചതും നമുക്ക് ചേർക്കാം. അതിനുശേഷം നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഒരുമാതിരി ആയി വന്നിട്ടുണ്ട്. ആ സമയത്ത് 2 തക്കാളി അരിഞ്ഞത് നമുക്കിതിനകത്തോട്ട് ഇടാം. നമുക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് തീ കൂട്ടിയിട്ട് നമുക്ക് ഈ തക്കാളി നല്ലതായിട്ട് വഴണ്ട് വരണം. നമുക്ക് ഇനി ചെമ്മീൻ ഇടാം. ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 കിലോ ചെമ്മീനുണ്ട്. അത് ഇതിനകത്തോട്ട് ഇടാം. ശേഷം ഒന്ന് ഇളക്കുക. മുളക് പൊടി 2 സ്പൂൺ ചേർക്കാം. മല്ലിപ്പൊടി 1 സ്പൂണ്, കുരുമുളക് പൊടി 1 സ്പൂൺ, 1/2 സ്പൂൺ ഗരം മസാല. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് എണ്ണ നമുക്കിങ്ങനെ തൂകി കൊടുക്കാം. എരിവ് നല്ലതായിട്ട് വേണ്ടവർക്ക് എരിവ് ചേർക്കാം. എരിവ് നല്ലതായിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങുന്നതുണ്ടോ. നല്ലതായിട്ട് വഴണ്ടി വന്നു കഴിയുമ്പോൾ മാത്രം നമുക്ക് നല്ല ചൂടോടുകൂടി വെള്ളം ഒഴിക്കണം. നല്ല തിളച്ച വെള്ളമാണ്.
വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. തീ കൂട്ടി ഇടുക. പിന്നെ ചട്ടിയിലായതുകൊണ്ട് നമ്മൾ അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. എരിവും ഉപ്പും എല്ലാം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നല്ലതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് വറ്റി വരുമ്പം ഒരു പിഞ്ച് കായപ്പൊടി ഇടുക. ഒരു പിഞ്ച് മാത്രം ഇടുക. ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി ഒന്ന് കൊടുക്കുക. ഒരു പിഞ്ച്. ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും ഏറ്റവും ടേസ്റ്റായിട്ടുള്ളൊരു മസാലയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്ര ഇട്ടാലും നല്ലതാണ്. 2 മുളക് കൂടെ ഇതുപോലെ നമുക്ക് 2 മുളക് ഇതുപോലെ നമുക്ക് ഇട്ടതിന് ശേഷം നല്ലതായിട്ട് ഇളക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഒഴിച്ചതിന് ശേഷം ഇളക്കുക. ഓഫ് ചെയ്യുക. നമ്മുടെ ചെമ്മീൻ മസാല റെഡിയായി. ഇത് നമുക്ക് ചപ്പാത്തിക്കൊപ്പം സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ മസാല റെഡിയായി. ഇനി ഇതിന് നമുക്ക് ചപ്പാത്തിക്കൊപ്പം വെള്ളയപ്പം ഉണ്ടെങ്കിൽ വെള്ളയപ്പത്തിനോടൊപ്പം നമുക്ക് കഴിക്കാം. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി മെത്തേഡിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയണം. ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ.